ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലാട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയില്ലേ? പാർട്ട് 1 ആണ്. 2025 നമ്മളെ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ആ പുതിയ ബുക്കാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ഫുഡ് ഫോർ ഹെൽത്ത് അല്ലേ? ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരത്തിലൂടെ ആരോഗ്യം അല്ലേ? നമ്മൾ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള ഈ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരമ്മ തൻ്റെ മകളെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അമ്മ പറയുന്നത് എന്താണ്? ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? അപ്പോൾ എന്താണ് ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ? വെയിറ്റ് കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ അമ്മമാർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയേ. സ്ലൈറ്റ് വെയിറ്റ് ലോസ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. എന്താണ്? ചെറിയ ഭാരക്കുറവൊന്നും എന്താണ് ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. ഈസ് ഇൻ ഷീ ഇൻ എ ഗ്രോണിങ് ഏജ്. അവൾ എന്താണ് വളരുന്ന പ്രായമല്ലേ? ഷീ വിൽ ബി ഫൈൻ സൂൺ ബട്ട് ഷുഡ് എൻഷുർ അഡീക്വേറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. എന്താണ്? കുറച്ച് കഴിയുമ്പോൾ ശരിയാവെന്ന് പറഞ്ഞില്ലേ? എങ്കിലും ആവശ്യത്തിന് എന്ത് കൊടുക്കണം? ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ എന്താക്കണം? ഉറപ്പാക്കണം അല്ലേ? അവൾ ഭക്ഷണത്തിലൂടെ എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് ഈ ഡോക്ടർ പറയുകയാണ് അല്ലേ? അതായത് എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം എന്താണ് ഉറപ്പാക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. Did you notice the conversation between the mom and the doctor? ഈ അമ്മയും മകളും, അമ്മയും ഡോക്ടറും തമ്മിലുള്ള ഈ സംഭാഷണം ശ്രദ്ധിച്ചില്ല നിങ്ങൾ? Some of you have had this kind of experience. What is meant by nutritious food? Write your guess. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ഈ ന്യൂട്രീഷ്യസ് ഫുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ഗസ് എന്ന് എഴുതി വെക്കുക. എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ളത്? നമ്മളിവിടെ എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകണം എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്താ ന്യൂട്രീഷ്യസ് ഫുഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ എന്താണെന്നുള്ളത് നോക്കാം. വി ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറൗണ്ട് അസ് അല്ലേ? നമുക്ക് ചുറ്റും എന്താണ് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? വി ഈറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കുക്ക്ഡ് ആൻഡ് റോ ഫുഡ് ഐറ്റംസ് അല്ലേ? നമ്മൾ കുക്ക്ഡ് ചെയ്ത ഫുഡും അതുപോലെ കുക്ക്ഡ് ചെയ്ത് പറഞ്ഞാൽ ഭക്ഷണം അതായത് വേവിച്ച ഭക്ഷണവും അതുപോലെ റോ ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ എന്താണ് വേവിക്കാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ എന്താണ് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? Some food items we usually eat are given in the picture. How can we classify them? Write down in the science diary. അപ്പോൾ എന്താണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ എന്താക്കുക നിരീക്ഷിക്കുകയാണ് കേട്ടോ. ഈ വസ്തുക്കളെ എങ്ങനെയെല്ലാം നമുക്ക് എന്താക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് ഫസ്റ്റ് ഇതെന്താണ്? സിറിയൽസ് ആണ് അല്ലേ? ധാന്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് സിറിയൽസ്, ഇതെന്താണ്? ഫ്രൂട്ട്സ്, ഇത് വെജിറ്റബിൾസ്, ഇത് പൾസസ്, ഇതെന്താണ്? ലീഫ് അല്ലേ? ലീഫ് വെജിറ്റബിൾസ് ആണ് ഇത് അല്ലേ? വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് അമംഗ് ദം? എനി ഡിസ്ലൈക്സ്? വൈ? ഇതിൽ ഏതാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ്? അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടോ? എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്തത്? ഡിസ്കസ് ചെയ്യുക. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഭക്ഷണം സാധാരണ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്താക്കുക ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്? സാധാരണ നിങ്ങൾ കഴിക്കുന്ന ഇവിടെ എഴുതുക. ലഞ്ചിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഇവിടെ എഴുതുക. ഡിന്നറിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ. ഷുഡ് വി ഈറ്റ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? അപ്പം നമ്മൾ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? അത് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്? പേ അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷനും ശ്രദ്ധിച്ച് എന്താണ് ഈ കുട്ടി പറയുന്നത്? എന്താണ്? മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? എന്താണ്? അപ്പവും കടലക്കറിയാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ? അപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താണ്? ഐ ലവ് പുട്ട് ആൻഡ് ബനാന. എനിക്ക് പുട്ടും പഴമാണ് ഇഷ്ടമെന്ന് ഈ ഗേള് പറയാണ് അല്ലേ? ദെൻ ഈ ബോയ് എന്താ പറയുന്നത്? ഐ ഈറ്റ് നൂഡിൽസ് എവറി ഡേ. മോം പ്രിപ്പയർസ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ ദിവസം എന്താണ് നൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ? ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 ചിൽഡ്രൻ സെഡ്? അപ്പോൾ ഈ 3 കുട്ടികളും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? വിൽ ദ ഫുഡ് ദേ ലൈക്ക് ബി ഇനഫ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദീസ് 3? അപ്പോൾ എന്താണ് ആരോഗ്യത്തിന് ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. അത് മാത്രം മതിയാകുമോ? ഇല്ല അല്ലേ? പ്രസന്റ് ഇൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ അല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താണ് ക്ലാസ്സിൽ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം അത് മാത്രം മതിയാവില്ല അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയില്ല അല്ലേ? അവർക്ക് എന്താണ് നമുക്ക് അത് മാത്രം മതിയാവൂല നമ്മളെ ആരോഗ്യത്തിന് അല്ലേ? അപ്പോൾ വൈ ഫുഡ്? എന്തിനാണ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്?
വൈ ഡു വി ഈറ്റ് ഫുഡ്, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്, എന്താണ് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? റീഡ് ദ റൈറ്റപ്പ് ഫ്രം എ ചിൽഡ്രൻസ് മാഗസീൻ, എന്താണ് നിങ്ങൾ കുട്ടികളുടെ മാസികയിൽ എന്താണ് ഒരു റൈറ്റപ്പ്, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഒരു കുറിപ്പ് എന്താണ് ലഭിക്കുന്നത്, ഒരു കുറിപ്പാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്താണ്? റീഡ് ദ റൈറ്റപ്പ് ഫ്രം എ ചിൽഡ്രൻസ് മാഗസീൻ, കുട്ടികളുടെ മാഗസീനിൽ വന്ന ഒരു കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം. അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം അല്ലേ. Food provides energy for our daily physiological activities. Nutrients are the components required for our growth. To maintain health and to prevent diseases, we obtain nutrients from food items. Carbohydrates, proteins, fats, vitamins and minerals are the nutrients present in food items. Though water is not a nutrient component, it is an important requirement for our bodily activities. Fibers present in the food items are also required for bodily activities. All food items may not contain all essential nutrients in adequate quantity. Hence, we eat a variety of food items prepared using different ingredients. The quantity of food we eat, its quality and time of consumption influence our health. So, everyone should eat nutritious food. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ മാസികയിൽ വന്ന് എന്താണ്, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി ലഭിക്കുന്നത് ഏതിലാണ്? ആഹാരത്തിലൂടെയാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫുഡിലൂടെയാണ് അല്ലേ. നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ ഹെൽത്തും ആരോഗ്യം നിലനിർത്തുന്നതിനും എന്താണ്, രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് എന്ത്, ഈ ന്യൂട്രീഷ്യസ് എന്ന് പറയുന്നത് അല്ലേ. ഇവ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, എവിടുന്നാണ്? നമ്മളെ ഫുഡിൽ നിന്നാണ് അല്ലേ. ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ന്യൂട്രീഷ്യസ് ഫാക്ടേഴ്സ് ആണ് എന്ത്, കാർബോഹൈഡ്രേറ്റ്, പിന്നെന്താണ് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെ എന്താണ് ഈ ഫുഡ് ഐറ്റംസിൽ പ്രസന്റ് ചെയ്യിക്കുന്ന ന്യൂട്രിയൻസ് ആണ് അല്ലേ. അപ്പൊ ഫുഡ് ഐറ്റത്തിലുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെയാണ് എന്ത് ഫുഡ് ഐറ്റംസിലുള്ള ന്യൂട്രിയൻസ്. ദോ വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻ കമ്പോണന്റ്. അപ്പൊ വെള്ളം എന്താണ്, ഒരു ന്യൂട്രിയൻ കമ്പോണന്റ് അല്ല അല്ലെ. പക്ഷെ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർ ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ് അല്ലെ. വെള്ളം എന്താണ്, നമ്മളെ ബോഡിലി ആക്ടിവിറ്റീസിന് പ്രവർത്തനമാക്കാൻ അല്ലേ അത്യാവശ്യമാണ് അല്ലേ. ഫൈബേഴ്സ് പ്രസന്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. എന്താണ്, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന ഫൈബേഴ്സും നമ്മളെ ശരീര പ്രവർത്തനങ്ങൾക്ക് എന്താണ് ആവശ്യമാണ് അല്ലേ. എല്ലാ ആഹാരത്തിനും എന്താണ്, എല്ലാ ന്യൂട്രിയൻസ് ഫാക്ടേഴ്സ് എന്താണ് മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അല്ലേ. ഇപ്പോൾ ഒരു ഫുഡിൽ തന്നെ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു പുട്ടും പഴം എടുക്കുക അറിയില്ലേ, അതിൽ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടാവുമോ? ഇല്ല അല്ലേ. അതിൽ ചില ന്യൂട്രിയൻസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതിനാൽ നാം എന്താക്കണം, പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ എന്താണ് തയ്യാറാക്കി കഴിക്കണം അല്ലേ. അതിനാൽ നമുക്ക് എന്താണ്, നമുക്ക് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ്, വിവിധ ഫുഡ് ഐറ്റംസ് എന്താക്കണം, നമ്മൾ കഴിക്കണം അല്ലേ. നാം കഴിക്കുന്ന ഈ ഫുഡിൻ്റെ അളവ്, കഴിക്കുന്ന സമയം, അതുപോലെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ക്വാളിറ്റി ആൻഡ് ടൈം ഓഫ് കൺസപ്ഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത് അല്ലേ. അപ്പോൾ കഴിക്കുന്ന സമയം, ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, ഫുഡിൻ്റെ അളവ്, പിന്നെ വൈവിധ്യം, ഗുണമേന്മ എന്നിവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ എന്താണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ, സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് എല്ലാവരും എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം. ഓക്കെ, ഇതാണ് ഈ റൈറ്റപ്പിലൂടെ വന്നിരിക്കുന്നത് അല്ലേ. Did you read the write-up? നിങ്ങൾ റൈറ്റപ്പ് വായിച്ചല്ലോ അല്ലേ. അനലൈസ് ഇറ്റ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. നിങ്ങൾ എന്താക്കുക, ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് എന്താണ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്. അപ്പോൾ പ്രധാനപ്പെട്ട മേജർ ന്യൂട്രിയൻസ് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ഇതിൽ മേജർ ന്യൂട്രിയൻസ് പറയുന്നത്? carbohydrates, proteins, fats, vitamins and minerals are the nutrients present in food items. അതാണ് മെയിനായിട്ടുള്ള മേജർ ന്യൂട്രിയൻസ് അല്ലേ. വാട്ട് ഇസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഒരു ഫുഡ് ഐറ്റത്തിൽ തന്നെ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ. ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി. അപ്പം ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം പ്രിപ്പയർ യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ ഒരു ഫുഡ് ഐറ്റംസിൽ തന്നെ നമുക്ക് എന്തായിക്കൊള്ളണമല്ല, അതിൽ ന്യൂട്രീഷ്യസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ, പലതരം ന്യൂട്രീഷ്യൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് വിവിധ തരം ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കണം അല്ലേ. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്. നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ എന്താണ്
പോഷക സമുദ്രമായ ആഹാരം കഴിച്ചാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത് എന്താണ്, കഴിക്കുന്ന സമയം അതൊക്കെ എന്താണ് ബാധിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നന്നായിട്ട് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണം. പിന്നെന്താ, ന്യൂട്രിയൻസ് ആർ ദ കമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസസ് അല്ലേ. എന്താണ് അവിടെ പറയുന്നത്, നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ന്യൂട്രിയൻസ് റിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. ലെറ്റ് us എൻക്വയർ മോർ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്. അതിനെക്കുറിച്ച് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഒബ്റ്റെയിൻ എനർജി, ഇനി നമുക്ക് എനർജി കിട്ടാൻ അല്ലേ, നമുക്ക് എന്താണ് ഊർജ്ജം ലഭിക്കണം അല്ലെ, എനർജി ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യുക. ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹങ്കർ അലോൺ. നമ്മൾ വിശപ്പ് മാറ്റാനും, ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പില്ല, വിശപ്പ് മാറ്റാനും പിന്നെ ഈ ടേസ്റ്റ് ചെയ്യാനും മാത്രം, രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ. ഒരു ദിവസം എന്തെല്ലാം പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചിത്രം നോക്കിയേ, കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടില്ലേ, പലതരം കുട്ടികൾ കളിക്കില്ല, ഒരാൾ വായിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, നിന്ന് കളിക്കുന്നുണ്ട്, ഓടി കളിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് അല്ലേ. ഇവർക്കൊക്കെ ഒരേപോലെയുള്ള എനർജിയാണ് ആവശ്യം. വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി. എന്താണ്, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എനർജി ആവശ്യമില്ലേ. ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി. ഇവയ്ക്കെല്ലാം ഒരേ എമൗണ്ട് ഓഫ് എനർജിയാണ് ആവശ്യം, ഒരേ അളവിലാണോ ഈ എനർജി ആവശ്യമുള്ളത്. ഫ്രം വേർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ട എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നത്, നമുക്ക് എക്സാമിൻ ചെയ്യാം അല്ലെ, നമുക്ക് പരിശോധിക്കാം. നോക്കാം, കാർബോഹൈഡ്രേറ്റ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് നമുക്ക് ശരീരത്തിൽ വേണ്ടതാണ്. നമ്മളവിടെ മുകളിൽ ആ റൈറ്റപ്പിൽ നോക്കിയില്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ എന്താണ് നോക്കാം, കാർബോഹൈഡ്രേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും ഒക്കെ നോക്കാം. Energy required for the body is mainly obtained from carbohydrate. Carbohydrate is found in food items in different forms like starch, sugar, glucose, cellulose and fibers. Starch is present in abundance in cereals and tubers. എന്താണ് പറയുന്നത്, ശരീരത്തിന് ആവശ്യമായ എനർജി പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ്, കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലേ. ശരീരത്തിന് ആവശ്യമുള്ള എനർജി ലഭിക്കുന്നത് എവിടെ നിന്നാണ്, കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലേ. Carbohydrate is found in food items in different forms like starch, sugar, glucose, cellulose and fibers. അപ്പോൾ എന്താണ്, സ്റ്റാർച്ച്, ഷുഗർ, സെല്ലുലോസ്, ഗ്ലൂക്കോസ് എന്നീ ഫൈബേഴ്സ് എന്നീ വിവിധ രൂപങ്ങളിൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഈ വിവിധ രൂപങ്ങളിലാണ് എന്ത് ഈ ഫുഡ് ഐറ്റംസിൽ ഈ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ അബണ്ടൻസ് ഇൻ സിറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പൊ സ്റ്റാർച്ച് ഏതിലാണ് കാണുന്നത്, സ്റ്റാർച്ച് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളിലും അല്ലെ. സിറിയൽസിലും ട്യൂബേഴ്സിലും ആണ് എന്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്, ഏതാണ്, സ്റ്റാർച്ച് ആണ് അല്ലെ. കൂടുതലായിട്ട് സിറിയൽസിലും ട്യൂബേഴ്സിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഏതാണ്, സ്റ്റാർച്ച് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ്, ശരീരത്തിന് ആവശ്യമായ എനർജി പ്രധാനമായി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പിന്നെ അതുപോലെ സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബേഴ്സ് എന്നീ വിവിധ രൂപങ്ങളിൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ സിറിയൽസിലും ട്യൂബേഴ്സിലും ആണ് എന്നിവയിലാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, സ്റ്റാർച്ച് ആണ് അല്ലെ. സിറിയൽസിലും ട്യൂബേഴ്സിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റാർച്ച് ആണ്, അന്നജമാണെന്ന് പറയും അല്ലെ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമായ എനർജി ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടി പറയുന്നത് നോക്കൂ. ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി. ഡു ഐ ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്. ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്. പാലിൽ അന്നജം ഉണ്ടോ, സ്റ്റാർച്ച് ഉണ്ടാകുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലെ. സ്റ്റാർച്ച് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ഡു ഓൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്. എല്ലാ ഫുഡ് ഐറ്റംസിലും എന്താണ്, സ്റ്റാർച്ച് ഉണ്ടോ. വാട്ട് ഡു യു തിങ്ക്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾ എന്താ ഊഹം എന്താണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ ഫുഡ്.
വി ഈറ്റ് ലെറ്റസ് ഡു എൻ എക്സ്പെരിമെന്റ്. എന്താണ് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ, നാം കഴിക്കുന്ന ഫുഡിൽ ഈ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ അറിയാം? ഇവിടെ ഒരു എക്സ്പെരിമെന്റ് അല്ലേ, അയഡിൻ ടെസ്റ്റ് എന്ന് പറയും അല്ലേ. സ്റ്റാർച്ച് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാട്ടത്, എന്തുണ്ടോന്ന് സ്റ്റാർച്ച് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അയഡിൻ ടെസ്റ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ ആവശ്യം? 2 ടെസ്റ്റ് ട്യൂബ്, 2 ടെസ്റ്റ് ട്യൂബ് വേണം. പിന്നെന്താ, മിൽക്ക്, കുട്ടി മിൽക്കിൽ സ്റ്റാർച്ച് ഉണ്ടോന്നല്ല ചോദിച്ചത്, അപ്പം മിൽക്ക്, ഡൈല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷന്, റൈസ് വാട്ടർ, ഇതൊക്കെയാണ് എന്ത് അയഡിൻ ടെസ്റ്റിന് ആവശ്യമായത് അല്ലേ. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബ് വേണം, പിന്നെ പാല് വേണം, നേർപ്പിച്ച അയഡിൻ ലായനി വേണം, കഞ്ഞിവെള്ളവും വേണം, റൈസ് വാട്ടർ കഞ്ഞിവെള്ളം അല്ലേ. ഇനി എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേത് അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ ഒന്നിൽ മിൽക്കും എടുക്കുക, ഒന്നിൽ കഞ്ഞിവെള്ളം എടുക്കുക. ഓരോന്നിനും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. അയഡിൻ സൊല്യൂഷൻ എന്താക്കുക? 2 ടെസ്റ്റ് ട്യൂബിൽ 1-2 തുള്ളി അയഡിൻ സൊല്യൂഷൻ ചേർക്കുക. അയഡിൻ സൊല്യൂഷൻ ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ഈ ലിക്വിഡ് ഉണ്ടല്ലോ, അതിന്റെ നിറത്തിൽ വന്ന മാറ്റം ഒന്ന് നിരീക്ഷിക്കുക. അപ്പൊ എന്താണ്, ആ നിറത്തിൽ മാറ്റം ഉണ്ടാവും അല്ലേ. അപ്പൊ നിറത്തിൽ മാറ്റം ഉണ്ടാകുന്ന നീല കളർ, കടും നീല കളർ വരുന്നത് ഏതാണോ അതിലാണ് എന്തുള്ളത്? സ്റ്റാർച്ച് ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇങ്ങനെ ഈ പരീക്ഷണം ആവർത്തിച്ച് നോക്കുക. കണ്ടെത്തത് എന്താണ്? ഈ പട്ടികയിൽ എഴുതുക അല്ലേ. അപ്പം നിങ്ങൾ എന്താണ്, അയഡിൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച് ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. കണ്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അയഡിന് കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് സ്റ്റാർച്ച് അയഡിനുമായി ചേരുമ്പോൾ എന്താണ്? ഡാർക്ക് ബ്ലൂ കളർ വരും അല്ലേ. അപ്പം അതിലെന്താണ്, സ്റ്റാർച്ചിൽ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ സ്റ്റാർച്ച് ഉണ്ട് എന്ന് കണ്ടുപിടിക്കും അല്ലേ. അതിൽ അയഡിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, ആ സ്റ്റാർച്ച് ഉള്ള സംഭവമാണെങ്കിൽ അതിൽ ഡാർക്ക് ബ്ലൂ കളർ വരും. ഇപ്പോൾ പൊട്ടറ്റോ നിങ്ങൾ എന്താക്കുക, അതിൽ എന്താണ് ഈ അയഡിൻ സൊല്യൂഷൻ ഒന്ന് ചേർത്ത് നോക്കുക. അതിലെന്താണ് ഡാർക്ക് ബ്ലൂ കളർ വരികയാണെങ്കിൽ ഈ പൊട്ടറ്റോയിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. അതുപോലെ കുക്കുംബറിലും നിങ്ങൾ അയഡിൻ സൊല്യൂഷൻ 2-3 തുള്ളി അതിലേക്ക് ഇട്ട് നോക്കിയാൽ എന്താണ്? ഡാർക്ക് ബ്ലൂ കളർ വരികയാണെങ്കിൽ അതിലും സ്റ്റാർച്ച് ഉണ്ട്. മൈദയിലും എഗ് വൈറ്റിലൊക്കെ അങ്ങനെ പരീക്ഷണം ചെയ്ത് നോക്കുക. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ വരികയാണെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിൽ എന്താണ്? സ്റ്റാർച്ച് ഉണ്ട് എന്നർത്ഥം കേട്ടോ, NH ഉണ്ട് എന്നർത്ഥം. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച് ദ ഇന്റൻസിറ്റി ഓഫ് ബ്ലൂ കളേഴ്സ് വേരീസ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ എന്താണ്, ഡാർക്ക് ബ്ലൂ കളർ എന്താകും, കുറച്ചൊന്ന് ലൈറ്റ് ഒക്കെ ആവും അല്ലേ. അപ്പോൾ എന്താണ്, അത് ഈ സ്റ്റാർച്ചിന്റെ അളവിനനുസരിച്ച് എന്താണ്, നീല നിറത്തിന്റെ കാഠിന്യത്തിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ലൈറ്റ് ആവും, ചിലപ്പം ഡാർക്ക് ആവുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ സ്റ്റാർച്ചിന്റെ അളവ് കുറയുമ്പോൾ കൂടുമ്പോൾ ഒക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടന്റ് ബേസ്ഡ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ് വെൻ അയഡിൻ വാസ് ആഡഡ്. യു ഹാവ് ഓൾറെഡി listed the food items you usually eat. Analyze the table and examine whether more food items you consume contain starch. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് ഈ സ്റ്റാർച്ച് കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ സൊല്യൂഷൻ ചേർത്തപ്പോഴുള്ള നിറത്തിന്റെ കാഠിന്യം നിരീക്ഷിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ നമ്മൾ ടേബിളാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ ആ ടേബിൾ വിശകലനം ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് സ്റ്റാർച്ച് ഉള്ള ആഹാരവസ്തുക്കളാണ് നിങ്ങൾ കൂടുതലായി കഴിക്കുന്നതെന്ന് പരിശോധിക്കാനാണ് പറയുന്നത്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ വരികയാണെങ്കിൽ എന്താണ് സ്റ്റാർച്ച് ഉണ്ട് എന്നർത്ഥം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ മില്ലറ്റ്. എന്താണ് ഈ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ? മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുധാന്യങ്ങളാണ് അല്ലേ. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാൻ സ്പീഷീസ്. മില്ലറ്റ് കണ്ടെയ്ൻ ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. Millets which are rich in fibers play an important role in digestion. In the past, millet were used as food for animals and birds. പണ്ടൊക്കെ മില്ലറ്റ്സ് എന്താണ്, ഈ ആനിമൽസിനും ബേർഡ്സിനും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹ്യൂമൻസ് ഉപയോഗിക്കലായിരുന്നു. ഹ്യൂമൻ ഓൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദെയർ ന്യൂട്രീഷ്യൽ വാല്യൂ അല്ലേ. അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ മനസ്സിലായപ്പോൾ എന്താക്കി, മനുഷ്യന്മാരും അത് ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്, ബജ്ര ആൻഡ് ഫോക്സ്റ്റേ മില്ലറ്റ്, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ് എക്സെട്ര. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, പുല്ലുവർഗത്തിൽപ്പെട്ട ഈ വിളകളാണെന്ത്, ഈ മില്ലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് എന്താണ്, വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, പിന്നെന്താണ് പ്രോട്ടീനും വിറ്റാമിനും മിനറൽസും എന്നിവയൊക്കെ ഇവയിലുണ്ട് അല്ലേ. ഏത് മില്ലറ്റിൽ അല്ലേ. എന്തൊക്കെയാണ് ഈ മില്ലറ്റിലുള്ളത്? പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെന്താണ് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് അല്ലേ. പ്രോട്ടീനും വിറ്റാമിനും മിനറൽസും ഒക്കെ എന്താണ്
എന്നിവയെ ആവശ്യം വളരെ ഉയർന്ന തോതിലുള്ള എന്താണ് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണെന്ത് ഈ മില്ലറ്റ് എന്ന് പറയുന്നത്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ് എന്നിവ എന്താണ് ഈ മില്ലറ്റിലുണ്ട് അല്ലെ. പിന്നെ അതുപോലെ എന്താണ് ഫൈബേഴ്സിന് അതായത് നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ നമ്മളെ എന്താണ് ഡൈജഷന്, ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. മുൻകാലങ്ങളിലൊക്കെ എന്താണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ള ഭക്ഷണമായിട്ടാണ് എന്ത് ഈ മില്ലറ്റ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടു കൂടിയാണ് എന്ത് മനുഷ്യരും അതെന്താക്കി ഭക്ഷണമാക്കി കഴിക്കാൻ തുടങ്ങിയത് അല്ലെ. റാഗി, ബജ്ര, പിന്നെന്താ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, പിന്നെ ബജ്ര, പിന്നെന്താണ് തിന, ചോളം, പിന്നെ എന്താണ് മെയ്സ് ചോളം, പിന്നെ ലിറ്റിൽ മില്ലറ്റ്, ചാമ തുടങ്ങിയവയൊക്കെ എന്താണ് ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫോർ ഗ്രോത്ത്. എന്താണ് ഗ്രോത്ത് അല്ലേ, നമ്മളെ വളർച്ചയ്ക്ക്. ഇസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? ലെറ്റ്സ് ഫൈൻഡ് അതർ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ അവർ ബോഡി. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ പോരോ, മതിയോ? കാർബോഹൈഡ്രേറ്റും വേണം, പിന്നെയും വേറെ എന്തൊക്കെയോ വേണം അല്ലെ. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. മറ്റെന്തൊക്കെ എന്താണ് ന്യൂട്രിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, പ്രോട്ടീൻ എന്താണ്? പ്രോട്ടീൻ ആണ് അല്ലെ. ഇവിടെ എന്താണ് ഒരു അമ്മ മകനെയും കൊണ്ട് വന്നാണല്ലേ. അപ്പൊ ഡോക്ടറോട് പറയാണല്ലേ, ഡോക്ടർ, മൈ സൺ ഓൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയർഡ്, ഹി ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. അപ്പോൾ ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ടയർഡ്, ക്ഷീണമാണെന്നാണ് മോൻ പറയുന്നത്, ഡോക്ടർ എന്നാണ് അമ്മ പറയുന്നത് അല്ലേ. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്. എന്താണ് കുട്ടിക്ക് എന്താണ് നല്ല വളർച്ചക്കുറവുണ്ട് അല്ലേ. ഗിവ് ഹിം ഫുഡ് ലൈക്സ് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെൻറ്റി. എന്താണ് മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് എന്താക്കണം നൽകണം എന്ന് പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്? എഗ്ഗ്, മുട്ട, ഗ്രീൻ ഗ്രാം, ചെറുപയർ, എന്താണ് ഗ്രൗണ്ട് നട്ട്, നിലക്കടല, പിന്നെന്താണ് ഫിഷ്, മീന്, മിൽക്ക് അല്ലേ, പാല്, ഇതൊക്കെ എന്താണ് പ്ലെൻറ്റി ഓഫ്, കുറേ ധാരാളമായിട്ട് കുട്ടിക്ക് കൊടുക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ. അപ്പം എന്താണ് ഈ ടയർഡ്നെസ് ഒക്കെ മാറിക്കിട്ടും അല്ലേ. ദെൻ ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ്സ് മോം? അപ്പൊ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ. വൈ ഡസ് ദ ഡോക്ടർ സേ സോ? എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? റീഡ് ദ സജഷൻ ഗിവൺ ബൈ ദ ഡയറ്റീഷ്യൻ ഇൻ എ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ് ഇൻ ദ സ്കൂൾ. അപ്പൊ സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ എന്താണ് ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. എന്താണ് നമ്മളെ ബോഡി ബിൽഡിങ്ങിനും ശരീര നിർമ്മിതിക്കും അതുപോലെ ഗ്രോത്തിനും വളർച്ചയ്ക്കും ആവശ്യമായൊരു പ്രധാന എന്താണ് ന്യൂട്രിയൻ എന്ത് പ്രധാന പോഷക ഘടകമാണ് എന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ എന്താണ് പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. എന്താണ് ഈ മസിൽ, ഹെൽത്ത് ഓഫ് മസിൽ അല്ലെ, മസിലിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും മുടീൻ്റെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ എന്താണ് പ്രോട്ടീൻ ആവശ്യമാണ് അല്ലേ. മോർ ഓവർ പ്രോട്ടീൻസ് പ്രൊവൈഡ് എനർജി. പിന്നെന്താണ് എന്നിവ കൂടാതെ ഇവ എന്താണ് എനർജിയും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ, എനർജിയും തരുന്നുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് കണ്ടോ ഡിസീസ് ലൈക്ക് കോഷിയോർക്കർ ഓർ മരാസ്മസ് അല്ലേ. അപ്പോൾ എന്താണ് ഈ പ്രോട്ടീൻ്റെ കുറവ് മൂലം എന്താണ് ഈ കോഷിയോർക്കർ എന്ന് പറഞ്ഞ അസുഖം, പിന്നെ അതുപോലെ മരാസ്മസ് എന്ന അസുഖമൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. അപ്പോൾ എന്താണ് പ്രോട്ടീൻ എന്താണ് നമ്മളെ ബോഡീൻ്റെ വളർച്ചയ്ക്കും അതുപോലെ ബോഡീൻ്റെ ബിൽഡിങ്ങിനും എന്താണ് ആവശ്യമാണ് അല്ലേ. ആ പ്രോട്ടീൻ്റെ കുറവ് മൂലം പല എന്താണ് കോഷിയോർക്കർ എന്ന് പറഞ്ഞ അസുഖവും മരാസ്മസ് എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. കണ്ട ഈ കുട്ടിക്ക് കോഷിയോർക്കർ എഫക്റ്റഡ് കിഡ് അല്ലേ. ഈ കുട്ടീനെ എന്താണ് കോഷിയോർക്കർ ബാധിച്ചാലേ കുട്ടിക്ക് എന്താണ് പ്രോട്ടീൻ കിട്ടാത്തത് കൊണ്ടല്ലേ വയറൊക്കെ ഉന്തിയിട്ട് തലയൊക്കെ വീർത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് പ്രോട്ടീൻസ് ആവശ്യമാണ്. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്? അപ്പോൾ പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ എന്താണ് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്തെല്ലാമാണെന്ന് ചോദിച്ചു. അപ്പോൾ കുറവ് എന്താണ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ എന്താക്കിയാൽ കോഷിയോർക്കറും മരാസ്മസും അല്ലേ. പിന്നെ എന്താണ് ഡിസ്കസ് ചെയ്യുക. പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആർ ഗിവൺ ബിലോ. എന്താണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണിത് താഴെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദം ആൻഡ് റൈറ്റ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? ഇത് ഗ്രീൻ ഗ്രാം ആണ്, ഇത് പനീറാണ്, ഇത് പനീർ അല്ലേ. ഇതെന്താണ്
ഇത് കാഷ്യൂനട്ടാണ്. ഇതെന്താണ്? കടല അല്ലേ, നിലക്കടല. പിന്നെന്താണ്? ഇത് മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക് അല്ലേ, ഗ്രൗണ്ട് നട്ട് കേട്ടോ അത്. ഓക്കെ, വിച്ച് ഫുഡ് ഐറ്റംസ് എമംഗ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ്? അപ്പോൾ നമ്മൾ ഇവയിൽ ഏതെല്ലാമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഡിസ്കസ്. ദർ മേ ബി വെജിറ്റേറിയൻസ് എമംഗ് യു. നമ്മുടെ ഇടയിൽ എന്താണ് അപ്പോൾ ഇതിൽ എന്താണ്? മീറ്റും ഫിഷും ഒക്കെ പറയാം, എഗ്ഗൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഇടയിൽ വെജിറ്റേറിയൻസ് ഉണ്ടാവും അല്ലേ. വെജിറ്റേറിയൻ എന്താണ്? മീനും ഇറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കും എന്താ പ്രോട്ടീൻ കിട്ടണ്ടേ. അപ്പോൾ വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ്? അപ്പോൾ എന്ത് ഫുഡ് ഐറ്റംസ് ആണ് ഈ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാർ ഉൾപ്പെടുത്തേണ്ടത് ഈ പ്രോട്ടീൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ? ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി പുസ്തകത്തിൽ എഴുതാൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിക്കുക അല്ലേ. ഗ്രീൻ ഗ്രാമും ഗ്രൗണ്ട് നട്ടും അതുപോലെ എന്താണ് കാഷ്യൂ നട്ടും അതൊക്കെ എന്താണ് അവർക്ക് കഴിക്കാം. ഇനി ഫാറ്റ്, എന്താണ് ഫാറ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഫാറ്റ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ ആദ്യം എന്താക്കുക? മീനിങ് എന്താണ് അറിഞ്ഞ് പഠിക്കുക, മനസ്സിലാക്കുക എന്താണ് ഈ ചാപ്റ്ററിൽ നിങ്ങളോട് പറയുന്നത് എന്നുള്ളത്. എന്നിട്ട് എന്താക്കുക? അത് പഠിക്കുക. എന്നിട്ട് എന്താക്കുക? കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എക്സാമിനൊക്കെ മറന്നു പോകും. അപ്പം നിങ്ങൾ എന്താക്കുക? നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇതിന് ഓരോ മീനിങ്ങും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ കാണാപ്പാടം പഠിച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് മറന്നു പോകും. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക്